കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം അത്ര ഊഷ്മളമല്ല, അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയും അത്തരത്തിൽ തന്നെയാണ്. ത്രിപുരയിലെ ഉനക്കോട്ടി ജില്ലയിലെ കൈലാഷ് ഹർ സബ് ഡിവിഷന് എതിർവശത്തുള്ള, ഇത് ഒരു ബോർഡറാണ്, ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറാണ്, ത്രിപുരയുടെ ബോർഡറാണ്. ഈ ബോർഡറിൻ്റെ എതിർവശത്തുള്ള പ്രദേശത്ത്, അതായത് ബംഗ്ലാദേശിൻ്റെ പ്രദേശത്ത് ഒരു തടയണയും കായലും നിർമ്മിക്കാനായി ബംഗ്ലാദേശ് നീക്കം തുടങ്ങി എന്നുള്ള ഒരു വലിയ വാർത്തയാണ്. ഇതിനെ തടയിടുവാനായിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ ദില്ലിയിലേക്ക് പോകുന്നു. ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. ഏതായാലും ബംഗ്ലാദേശ് വലിയ ആഴത്തിലുള്ള കായലുകൾ നിർമ്മിക്കുകയാണ് എങ്കിൽ രംഗോട്ട അടക്കമുള്ള ഇന്ത്യൻ പ്രദേശം വെള്ളപ്പൊക്ക സമയത്ത് വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവിടെ മണ്ണിട്ട് കര പൊക്കാനുള്ള ഒരു ശ്രമം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഇത് ത്രിപുരയിലെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലുമാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശ് ഒരു കായൽ നിർമ്മിക്കുന്നത്. കാരണം വളരെ താഴ്ചയിൽ വ്യത്യസ്തമായി കായൽ നിർമ്മിച്ചാൽ വെള്ളപ്പൊക്ക സമയത്ത് ഈ ഡാമിൽ നിന്നും മറ്റും വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് അത് തടസ്സമായി വരികയും അത് ഇന്ത്യൻ പ്രദേശത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ഏതായാലും ഇതൊരു അന്താരാഷ്ട്ര വിഷയമാണെന്ന് ഫിഷറീസ് മന്ത്രി സുധാൻഷു ദാസ് പറയുകയും ചെയ്യുന്നു. ബംഗ്ലാദേശ് കായൽ നിർമ്മിക്കുന്നതിനെ തടയിടുക എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് തടയിടാൻ കഴിഞ്ഞില്ല എങ്കിൽ, അന്താരാഷ്ട്ര തലത്തിലോ ഇല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ മുന്നറിയിപ്പോഴും തടയിടാൻ അതിന് കഴിഞ്ഞില്ല എങ്കിൽ, ഇന്ത്യൻ ഭാഗം കുറച്ചുകൂടി പൊക്കുകയാണ് എങ്കിൽ അതിൻ്റെ തിക്തഫലവും ബംഗ്ലാദേശ് അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഫിഷറീസ് മന്ത്രി സുധാൻഷു ദാസ് പറയുന്നത്. കാരണം ഈ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം തുറന്നു വിടുമ്പോൾ അത് താഴേക്ക് പതിക്കാനുള്ള സാധ്യത, ഇല്ലെങ്കിൽ ബംഗ്ലാദേശിന് ജലം കിട്ടാത്തൊരു സാഹചര്യം കൂടി വരും എന്ന് പറയുന്നു. ഏതായാലും മുൻപിൻ നോക്കാതെ ബംഗ്ലാദേശ് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ അതിർത്തിയിൽ കാട്ടിക്കുട്ടുന്ന കോപ്രായങ്ങളുടെ മറ്റൊരു വശമാണ് ഇപ്പോൾ ഈ ത്രിപുരയുടെ അതിർത്തിയിൽ ബംഗ്ലാദേശ് നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനം. ഏതായാലും അതിനെ തടയിടാൻ ഒരുങ്ങുകയാണ് കേന്ദ്രമെന്ന വാർത്തകളും പുറത്തു വരുന്നു. ദില്ലിയിൽ അടിയന്തര യോഗത്തിനായി മണിക് സാഹ ദില്ലിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ത്രിപുര നിയമസഭയിലടക്കം വലിയ പ്രക്ഷുബ്ധ രംഗങ്ങളാണ് അരങ്ങേറിയത്. കാരണം ഇത്തരം ഒരു കനാല്, വലിയ ആഴം കൂട്ടിയ കനാല് നിർമ്മിക്കുന്നത് മൂലം അത് ഇന്ത്യൻ പ്രദേശത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതിന് ഇല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മഴക്കാലത്ത് ഉണ്ടാകുന്ന സാധ്യതകളാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഏതായാലും അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് മണിക് സാഹ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.